മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യേശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. അവർക്ക് പേരില്ല, അവർ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ തിരുസഭ അവരെ വിളിക്കുന്നു വിശുദ്ധർ എന്ന്. അവർ ഈശോയെ കണ്ടില്ല, ഈശോയെക്കുറിച്ച് കേട്ടില്ല, ഈശോയെ അറിഞ്ഞില്ല. എങ്കിലും അവർ ഈശോയ്ക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ടാണ് അവർ വിശുദ്ധരായിട്ട് മാറിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ, കർത്താവിൻ്റെ ചില പ്രവൃത്തികൾ ഉണ്ടായില്ല എങ്കിൽ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നുണ്ട്. നമ്മൾ പറയും ദൈവം നമ്മളെ കാണുന്നില്ല എന്ന്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഉത്തരം കിട്ടാതാകുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് പറയും. എന്നാൽ കുഞ്ഞിപ്പൈതങ്ങളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടില്ലെങ്കിലും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചില്ല എങ്കിലും ഈശോയിൽ വിശ്വസിക്കാനും ഈശോയോട് ചേർന്ന് നിൽക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും നിനക്ക് സാധിച്ചാൽ ദൈവസന്നിധിയിൽ നിനക്ക് വിലയുണ്ടാകും, നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഒരു ക്രിസ്ത്യാനിയാവുക എന്നുള്ളത് അറിവിൻ്റെ ഫലമല്ല, കൃപയുടെ ദാനമാണ് എന്ന് തിരിച്ചറിയുക. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അവൻ ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നവനായിരിക്കും. അവൻ അന്വേഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഇഷ്ടമായിരിക്കും. അവൻ അന്വേഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ ആയിരിക്കും. അവൻ പിൻചെല്ലുന്നത് ക്രിസ്തുവിൻ്റെ വഴികളെ ആയിരിക്കും. അങ്ങനെ ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് മാറാം. അതിനു വേണ്ടുന്ന കൃപ ഈശോയോട് ഈ ദിവസം യാചിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും മക്കൾ ഈശോയോട് ചേർന്ന് നിൽക്കാൻ, ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുവാൻ, ഈശോയുടെ വഴികളെ പിൻചെല്ലുന്നവരായി മാറാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹേരോദേസ് കുഞ്ഞുങ്ങളെ ഭയപ്പെട്ടു. തൻ്റെ സിംഹാസനം കാത്തു സൂക്ഷിക്കാൻ അവരെ കൊന്നു. എന്നാൽ ചരിത്രം കുഞ്ഞിപ്പൈതങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ ഹേരോദേസിനെ തള്ളിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അധികാരവും സമ്പത്തും ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളും നൈനിമിഷികമാണ്. കുറച്ച് നാളത്തേക്ക് അത് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരാം. എന്നാൽ അത് തീർന്നു പോകുന്നതാണ്, അവസാനിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. നിഷ്കളങ്കത സത്യമാണ്, അത് നിലനിൽക്കുന്നതാണ്. കുഞ്ഞിപ്പൈതങ്ങളുടെ നിഷ്കളങ്കത അത് ഈ ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. അത് ഓർമ്മിക്കപ്പെടുന്നതാണ്. ദൈവത്തിനു മുമ്പിൽ നമുക്ക് അധികാരം വേണ്ട, സുഖങ്ങൾ വേണ്ട, സൗഭാഗ്യങ്ങൾ വേണ്ട. ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയാണ് ആവശ്യം. ആ നിഷ്കളങ്കത നമ്മുടെ ഹൃദയത്തിനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. നിഷ്കളങ്ക ഹൃദയനാണ് നീ എങ്കിൽ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം ശക്തരോടൊപ്പമല്ല, സംരക്ഷണമില്ലാത്തവരോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബലഹീനരായിരിക്കാം, ഒന്നും നേടാത്തവരായിരിക്കാം, കുറവുകളുള്ളവരായിരിക്കാം, പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവം നിന്നോടൊപ്പം നിൽക്കാൻ, നിന്നെ ശക്തിപ്പെടുത്താൻ, നിന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ കുഞ്ഞിപ്പൈതങ്ങളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായിട്ട് മാറാൻ, ആ കുഞ്ഞുങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ വളർന്നു വരാൻ കൃപ ലഭിക്കാൻ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, വഴികളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങയുടെ സർവ്വ കൃപകളും അനുഗ്രഹങ്ങളും നിറയട്ടെ. ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഇവരുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളിലേക്ക് ഈ ദിവികാരുടെ അഭിഷേകവും അങ്ങയുടെ ശക്തിയും വ്യാപരിക്കട്ടെ. അങ്ങയുടെ കൃപ അവരിൽ നിറയട്ടെ.
അങ്ങയുടെ അഭിഷേകം അവരിൽ നിറയട്ടെ. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും നിർവീര്യമാകട്ടെ. കുഞ്ഞുങ്ങളെ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിയും തൊടാനാവാത്ത വിധത്തിൽ അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് നൽകണമേ. അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ ഈ മക്കൾ വളർന്നു വരുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.